വലപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാരി 20 കോടി രൂപ തട്ടിയെടുത്തു. മണപ്പുറം കോംടെക് കൺസൾട്ടന്റ് കമ്പനിയിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായ കൊല്ലം സ്വദേശിനി ധന്യ മോഹൻ ആണ് തട്ടിപ്പ് നടത്തിയത്. പ്രതി കൊല്ലം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പാലപ്പള്ളി കാര്യകുളത്ത് കാട്ടാനകൾ ഇറങ്ങി. കന്നാറ്റുപാടം സ്കൂളിനു സമീപത്തും മുക്കുളിവാലി ആശുപത്രിക്ക് സമീപത്തുമാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയ KSTP ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ. കുറ്റിപ്പുറം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MS അഷ്റഫിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വാഴാനി ഡാമിലെ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ 4 ഷട്ടറുകളാണ് 5 സെന്റിമീറ്റർ വീതം തുറന്നത്. പീച്ചി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് ശനിയാഴ്ച രാവിലെ 7-ന് തുറക്കും. ആമ്പല്ലൂർ ജംഗ്ഷനിൽ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചു. അടിപ്പാത നിർമ്മാണം അടുത്ത വർഷം സെപ്റ്റംബറിൽ പൂർത്തിയാകും. വാർത്തകൾ വിശദമായി. വലപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 20 കോടിയോളം രൂപ തട്ടിയെടുത്ത ജീവനക്കാരി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. വലപ്പാട് മണപ്പുറം കോംടെക് കൺസൾട്ടൻസി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന കൊല്ലം സ്വദേശി ധന്യ മോഹനാണ് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ ഏപ്രിലിൽ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൌണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ ധന്യമോഹന്റെ അക്കൌണ്ടിലേക്ക് കമ്പനി അറിയാതെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 20 കോടിയോളം രൂപ പലപ്പോഴായി ഇവർ തട്ടിയെടുത്തതായി കണ്ടെത്തിയത്. 18 വർഷമായി ഇവർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. 1 വർഷം മുൻപാണ് ധന്യ മോഹൻ വലപ്പാട് വീട് സ്വന്തമായി വാങ്ങി താമസം തുടങ്ങിയത്. സംഭവത്തെ തുടർന്ന് യുവതി ഒളിവിൽ പോയതായി പോലീസ് പറഞ്ഞു. ധന്യ മോഹന്റെ വലപ്പാട്ടെയും കൊടുങ്ങല്ലൂരിലെയും വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി. ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം വലപ്പാട്ടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ധന്യ റമ്മി കളിക്ക് അടിമയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 2 കോടിയോളം രൂപ റമ്മി കളിക്കാൻ ഉപയോഗിച്ചതായും പോലീസ് പറഞ്ഞു. പാലപ്പള്ളി കാര്യകുളത്ത് 30ഓളം കാട്ടാനകൾ ഇറങ്ങി. കന്നാറ്റുപാടം സ്കൂൾ, മുക്കുളിവാലി ആശുപത്രി എന്നീ പ്രദേശങ്ങൾക്ക് സമീപമാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്. കുണ്ടായി റബ്ബർ എസ്റ്റേറ്റിലെ 40 ഹെക്ടറിലെയും കാര്യകുളം മുപ്പിളി എസ്റ്റേറ്റിലെ 7 ഹെക്ടറിലെയും റബ്ബർ തൈകൾ ആനകൾ നശിപ്പിച്ചു. എസ്റ്റേറ്റ് ഗാർഡുകളിരിക്കുന്ന ഷെഡ്, റബ്ബർ പാൽ അരിക്കുന്ന വെയ്മൻ ഷെഡ്, ബാരക്കുകൾ എന്നിവയും ആനകൾ തകർത്തു. സോളാർ വേലി മറികടന്നാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. ശല്യം വളരെ രൂക്ഷമാണ്, കൂടുതലാണ്. അതായത് ബൈക്കില് റോഡിലൂടെ സഞ്ചരിക്കാനും പറ്റുന്നില്ല. കാട്ടിൽ ഈ റബ്ബറും കാട്ടില് എസ്റ്റേറ്റിൽ ജോലി ചെയ്യാനും ജോലിക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കാടുകൾ വന്നിട്ട് മരങ്ങൾ നശിപ്പിക്കുന്നത്, റീപ്ലാന്റ് ഏറെക്കുറെ മരങ്ങൾ 1000-ഓളം മരങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു. ഭയങ്കര ഭയത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇതിന്റെ ഒരു പരിഹാരം കിട്ടണമെങ്കിൽ ട്രഞ്ച് എടുത്തിട്ട് ഫെൻസ് ഇടേണ്ട ഒരവസ്ഥയാണ്. ഇപ്പം ഈ അടുത്താണ് ഈ തൊലികൾ കടിച്ച് തിന്നാൻ തുടങ്ങിയത്. തൊലികൾ വെച്ചാൽ മരങ്ങൾ, ചെറിയ തൈകൾ കടിച്ച് തൊലികൾ നല്ല നീളത്തിൽ 1 മീറ്ററോളം 2 മീറ്ററോളം നീളത്തിൽ തിന്നണു. ഈ വലിയ മരങ്ങൾ ഇങ്ങനെ തൊലി കളിച്ച് തിന്നണു. അപ്പൊ ആ മരം അതോടുകൂടി നശിച്ചുപോയി. പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലാണ് നാട്ടുകാർ. ഭക്ഷണം ലഭിക്കാത്തതിനാലാണ് ആനകൾ കാടിറങ്ങുന്നത് എന്നും ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കുന്നതിന് അധികൃതർ സംവിധാനമൊരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധരിക്കുന്ന തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയതിന് KSTP ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. കുറ്റിപ്പുറം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SM അഷ്റഫിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിലും ടെൻഡർ ചെയ്തതിലും ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായതായി KSTP ചീഫ് എഞ്ചിനീയർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. തൃശൂർ പാറമേക്കാവ് ജംഗ്ഷൻ മുതൽ ജില്ലാ അതിർത്തിയായ കല്ലുംപുറം വരെ 33 കിലോമീറ്റർ ദൈർഘ്യമുള്ള സംസ്ഥാന പാത റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധരിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. പ്രവൃത്തിയിൽ വീഴ്ച വരുത്തിയ ആദ്യ കരാറുകാരെ അവരുടെ നഷ്ടോത്തരവാദിത്ത പ്രവൃത്തിയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവിൽ റോഡിലെ കുഴികളിൽ വീണതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ 2 ബൈക്ക് യാത്രികർ മരിച്ച സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, KSTP ഉദ്യോഗസ്ഥർ എന്നിവർ അടക്കമുള്ളവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും അഭിഭാഷകനുമായ CB രാജീവ് ആണ് പരാതി നൽകിയത്. തകർന്ന് തരിപ്പണമായ തൃശൂർ കല്ലുംപുറം സംസ്ഥാന പാതയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ്. റോഡ് നന്നാക്കാത്തതും
റോഡ് നന്നാക്കാത്തത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ കാരണമാണെന്നും പരാതിയിൽ പറയുന്നു. 29 ലക്ഷം രൂപ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അനുവദിച്ചിട്ടും കുഴി അടച്ചില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നൽകിയ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ കുന്നംകുളം കുറ്റിപ്പുറം റോഡിലുണ്ടായ അപകടങ്ങളുടെ പട്ടികയും പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട്. പെരുമ്പിലാവിലേക്ക് പോകുന്നതായിട്ടുള്ള ആ റോട്ടില് പാറമ്പാടത്ത് വെച്ച് ശശീധരൻ എന്ന് പറയുന്ന ഒരാൾ കുഴിയിൽ വീണുകയും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ വാഹനം വന്നിടിച്ച് മരിക്കുകയും ചെയ്തു. 19-ാം തീയതി വീണ്ടും മറ്റൊരാൾ ഷെഫീഖ് എന്ന് പറയുന്ന ഒരാൾ അതേ റോട്ടിൽ തന്നെ മരിച്ചു. ഈ കാര്യത്തിന് വേണ്ടി മുൻപ് പരാതിപ്പെട്ടപ്പോൾ സർക്കാർ 29 ലക്ഷം രൂപ അനുവദിച്ചു എന്നാണ് പറഞ്ഞത്. ആ 29 ലക്ഷം രൂപ കുഴിയടയ്ക്കാനാണ് അനുവദിച്ചത്. 1 മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ അവിടെ യാതൊരു കുഴിയും അടയ്ക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, വലിയൊരു സമരം കുന്നംകുളത്തുണ്ടായപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം മണ്ണിട്ട് കുറച്ച് കല്ലുമിട്ട് അത് കുഴിയടയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തി. തൃശൂർ കുന്നംകുളം പാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. അപകടങ്ങളും തുടർക്കഥയാകുന്നു. തകർന്ന റോഡിൽ വാഹനങ്ങൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാനാകാത്തതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നത്. പുഴയ്ക്കൽ, ഏഴാംകല്ല്, കേച്ചേരി എന്നീ ഭാഗങ്ങളിലാണ് കുരുക്ക് രൂക്ഷം. കുഴികളിലെ വെള്ളക്കെട്ട് മൂലം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പാറന്നൂർ മുതൽ ചൂണ്ടൽ വരെ റോഡിന്റെ സ്ഥിതി അതീവ ശോചനീയമാണ്. പാറപ്പൊടിയും കല്ലുമിട്ട് താൽക്കാലിക കുഴിയടച്ചുവെങ്കിലും റോഡ് വീണ്ടും പഴയപടിയിലാവുകയായിരുന്നു. വാഴാനി ഡാമിന്റെ ഷട്ടർ തുറന്നു. ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ് 60.8 മീറ്ററാണ്. 62.48 മീറ്ററാണ് ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി. ഡാമിന്റെ 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം തുറന്ന് വെള്ളം വടക്കാഞ്ചേരി പുഴയിലേക്ക് ഒഴുക്കിവിട്ടു. പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി തുടങ്ങിയവർ സ്ഥലത്തുണ്ടായിരുന്നു. കനത്ത നീരൊഴുക്ക് തുടരുന്നതിനിടെ പെരിങ്ങൽകുത്ത് ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ശനിയാഴ്ച രാവിലെ മുതൽ 6 അടി വീതം വെള്ളമാണ് ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പുഴയ്ക്ക് ഭീഷണിയില്ല. നീരൊഴുക്കിന് പുറമെ പെരിങ്ങൽകുത്ത് വൃഷ്ടിപ്രദേശത്ത് ഇടയ്ക്ക് കനത്ത മഴയും പെയ്യുന്നുണ്ട്. പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ നിലവിലെ ജലനിരപ്പ് റൂൾ കർവിനേക്കാൾ കൂടുതലായതിനാൽ അധിക ജലം പുഴയിലേക്ക് ഒഴുക്കിവിടുവാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. ശനിയാഴ്ച രാവിലെ 7-ന് പീച്ചി ഡാമിന്റെ റിവേഴ്സ് ലൂയിസ് തുറന്ന് പരമാവധി 0.5 മില്ലിമീറ്റർ ക്യൂബിക് ജലം KSEBക്ക് വൈദ്യുതി ഉൽപാദനത്തിന് നൽകുന്നതിനും തുടർന്ന് ജലം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നതിനുമാണ് തീരുമാനം. നിലവിൽ 77.54 മീറ്ററാണ് ഡാമിലെ ജലനിരപ്പ്. ഡാമിന്റെ പരമാവധി സംഭരണശേഷി 79.25 മീറ്ററാണ്. ആമ്പല്ലൂർ ജംഗ്ഷനിൽ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചു. അപകട സാധ്യത ഇല്ലാതാക്കുന്നതിന് ദേശീയപാത 544 അനുവദിച്ച 11 അടിപ്പാതകളിലെ ഒന്നാണ് ആമ്പല്ലൂരിലേത്. അടിപ്പാതയുടെ നിർമ്മാണ ചുമതല നാമക്കല്ലിലെ കരാർ കമ്പനിക്കാണ്. 44.65 കോടിയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. 2025 സെപ്റ്റംബറിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജംഗ്ഷനിൽ സർവീസ് റോഡിലെ തടസ്സങ്ങൾ ഒഴിവാക്കുകയും അലൈൻമെന്റ് പരിശോധനയുമാണ് ഇപ്പോൾ നടക്കുന്നത്. അടിപ്പാതയ്ക്ക് നേരത്തെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. മണ്ണുത്തി അങ്കമാലി ടോൾപാത വികസനത്തിന്റെ ഭാഗമായാണ് സ്ഥലം അളന്നെടുത്തത്. വാഹനപ്പെരുപ്പം കണക്കിലെടുത്ത് സർവീസ് റോഡിന് വീതി 6.5 മീറ്റർ ആക്കും. അടിപ്പാത പൂർത്തിയായാൽ ദേശീയപാതയിലെ സിഗ്നൽ ഒഴിവാകും. 6-വരിപ്പാതയുടെ പ്രധാന റോഡ് മേൽപ്പാലമായി ആമ്പല്ലൂർ സെന്ററിലൂടെ കടന്നുപോകും. വരന്തരപ്പള്ളി കല്ലൂർ റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ദേശീയപാതയിലേക്ക് പ്രവേശിക്കും. മണലി പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിക്കുന്ന അടിപ്പാതയ്ക്ക് 1.02 കിലോമീറ്റർ നീളമുണ്ടായിരിക്കും. സൂര്യലക്ഷ്മി തിയേറ്ററിന് സമീപത്താണ് അടിപ്പാത അവസാനിക്കുന്നത്. ഹൗസിംഗ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള പുതുക്കാട് മാട്ടുമലയിലുള്ള സ്ഥലത്ത് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. മാട്ടുമലയിലെ 53 സെന്റ് സ്ഥലത്താണ് മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലെ ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് സ്വന്തമായി ഭൂമിയും ഭവനവും ഇല്ലാത്ത കുടുംബങ്ങൾക്കായി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്.
കെ രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സംഘം സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് MLAയുടെ അധ്യക്ഷതയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. 2010 ഹൌസിംഗ് ബോർഡ് പാർപ്പിട സമുച്ചയ പദ്ധതി തയ്യാറാക്കുകയും പ്രാഥമിക അനുമതി ലഭ്യമാക്കുകയും 2012 പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കി നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. പുതുക്കാട് മണ്ഡലത്തിലെ ഭൂഭവന രഹിതരായ കുടുംബങ്ങൾക്ക് പാർപ്പിട സൗകര്യം ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ഒരുക്കണമെന്നുള്ള കെ രാമചന്ദ്രൻ MLAയുടെ നിരന്തരമായ അഭ്യർത്ഥന പരിഗണിച്ചാണ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് പുതിയ ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിന് സന്നദ്ധത അറിയിച്ചത്. 50 കുടുംബങ്ങൾക്ക് പാർപ്പിട സൗകര്യം ഒരുക്കുന്നുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ബസ് ജീവനക്കാരന്റെ അതിക്രമം. സ്കൂൾ വിദ്യാർത്ഥിനിയെ ബസ്സിൽ വെച്ച് ചുംബിച്ചതായി പരാതി. വെള്ളിയാഴ്ച രാവിലെ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം. കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത എന്ന ബസ്സിലെ കണ്ടക്ടർ പെരുമ്പിള്ളിശ്ശേരി സ്വദേശി ചൂരനോലിക്കൽ വീട്ടിൽ സാജനാണ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയത്. ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നതായി പറയുന്നു. സംഭവമറിഞ്ഞ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും ബസ്സിൽ കയറുകയും ഠാണാവിൽ വെച്ച് യാത്രക്കാരെ ഇറക്കിയതിനു ശേഷം ബസ് കണ്ടക്ടറെ പോലീസിന് കൈമാറുകയുമായിരുന്നു. ശാസ്ത്രത്തെ കണ്ടക്ടർ ഒന്ന് പൂ കൊടുക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട്. അപ്പോൾ പൂ വാങ്ങിയിട്ടില്ലെങ്കിൽ മടിയിലിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യണം. അതല്ല പിന്നെ ഇവൻ ഈ ബസ്സിൽ കയറി പങ്ങളതിന് പൈസയും വാങ്ങില്ല, അങ്ങനത്തെ ഒരു സ്കീം ഉണ്ടായിരുന്നു. ഇവൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ പൂ കൊടുത്തു. ബസ്സിലാണെന്ന് വെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല തങ്ങൾ പറഞ്ഞു. അവളെ അവളൊന്നും വെച്ചെന്നാണ് പറഞ്ഞത്. പഴയന്നൂരിൽ ടിപ്പർ ലോറി കുളത്തിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഹോളോബ്രിക്സ് കട്ടകളുമായി പോയിരുന്ന ടിപ്പർ ലോറിയാണ് കുളത്തിലേക്ക് മറിഞ്ഞത്. പഴയന്നൂർ പാറയ്ക്കൽ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപമുള്ള പാറയ്ക്കൽ കുളത്തിലേക്കാണ് ലോറി മറിഞ്ഞത്. ലോഡുമായി പോകുന്നതിനിടയിൽ എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കുന്നതിനിടെ കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് കുളത്തിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ ഷാജഹാൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആലത്തൂരിൽ നിന്നും ക്രെയിൻ എത്തിച്ച് കുളത്തിൽ നിന്ന് ലോറി എടുത്തു. പഴയന്നൂർ പൊറ്റ കുട്ടുപുരയ്ക്കൽ KM അബ്ബാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും 27 വീടുകൾ ഭാഗികമായി തകർന്നതായി അധികൃതർ അറിയിച്ചു. 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 130ഓളം വീടുകളാണ് മഴയിൽ ഭാഗികമായി തകർന്നത്. നിലവിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 55 കുടുംബമാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കയ്പമംഗലം കൂരിക്കുഴിയിൽ കനത്ത കാറ്റിലും മഴയിലും വീട് ഭാഗികമായി തകർന്നു. കൂരിക്കുഴി ഗ്രാമലക്ഷ്മി സ്കൈലൈൻ റോഡിൽ പൊക്കകിലത്ത് ഷെഫീനയുടെ ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത്. കനത്ത കാറ്റിൽ ഓട് തകർന്നു വീഴുകയായിരുന്നു. സംഭവസമയം വീട്ടുകാർ അകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സർക്കാർ ഓഫീസുകളിലെ സൗകര്യങ്ങൾ ഉയരുന്നത് ജനോപകാരപ്രദമായി വിനിയോഗിക്കാൻ ഉദ്യോഗസ്ഥർക്കാകണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി മന്ത്രിയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ലാപ്ടോപ്പുകളുടെയും പ്രിന്ററുകളുടെയും വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇരിഞ്ഞാലക്കുട നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ MK ഷാജി, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, കാരളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KS ധനീഷ്, പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ് ഘോഷ്, ഭൂരേഖ തഹസീൽദാർ സിമേഷ് സാഹു തുടങ്ങിയവർ സംസാരിച്ചു. ബസ്സിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവതിക്ക് രക്ഷകരായി ജീവനക്കാർ. വടക്കാഞ്ചേരി ചാവക്കാട് റൂട്ടിലോടുന്ന PVT ബസ്സിലെ ഡ്രൈവർ രജനീഷ്, കണ്ടക്ടർ കൃഷ്ണൻ എന്നിവരാണ് യുവതിയെ ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ചത്. വ്യാഴാഴ്ച രാത്രി 8:30ഓടെയാണ് സംഭവം. കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന PVT ബസ് ചൊവ്വന്നൂരിലെത്തിയപ്പോഴാണ് ബസ്സിലെ യാത്രക്കാരിയായ യുവതി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ബസ്സിലെ ഡ്രൈവറായ രജനീഷും കണ്ടക്ടറായ കൃഷ്ണനും മറ്റ് സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി സമയം പാഴാക്കാതെ ബസ് ഓടിച്ച് ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിലുള്ള പന്നിത്തടം അൽ അമീൻ ആശുപത്രിയിൽ യുവതിയെ എത്തിക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തെ 8 ലാസ്റ്റ് ട്രിപ്പ് വരുമ്പോൾ വണ്ടിയിലുള്ള യാത്രക്കാർക്ക് പെട്ടെന്ന് വയ്യ തോന്നി, വെള്ളം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വെള്ളം കൊടുക്കുമ്പോഴേക്കും ആള് പെട്ടെന്ന് കുഴഞ്ഞിരുന്നു സീറ്റിൽ.
അപ്പൊ ഞങ്ങൾ വേറെ എവിടെയും നിർത്താന്റെ ആൾക്കാരുടെ സഹകരണം എന്റെ കണ്ടക്ടറുടെ സഹകരണം ഒക്കെ കൂടിയിട്ട് എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കി നേരെ എവിടെയും നിർത്താൻ നേരെ അലമി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഇതിനുശേഷം മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട യാത്രക്കാരെ കുന്നംകുളത്തേക്ക് പോകുന്ന മറ്റൊരു ബസ്സിൽ കയറ്റി വിട്ടു. പിന്നീടാണ് PVT ബസ് വടക്കാഞ്ചേരിയിലേക്ക് യാത്ര തിരിച്ചത്. മരത്തങ്കോട് സ്വദേശിനിയായ യുവതിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി ബന്ധുക്കളോടൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഡ്രൈവർ രജനീഷ് എരുമപ്പെട്ടി കുണ്ടന്നൂർ തൃക്കണപതിയാരം സ്വദേശിയാണ്. കണ്ടക്ടർ കൃഷ്ണൻ മിണാലൂർ സ്വദേശിയാണ്. സാധാരണ ബസ് തൊഴിലാളികളും യാത്രക്കാരും തമ്മിലുള്ള സംഘർഷങ്ങളുടെ വാർത്തകളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണാറുള്ളത്. എന്നാൽ ബസ് ജീവനക്കാരും മനുഷ്യരാണ്, അവർക്കും നന്മയുള്ള ഒരു ഹൃദയമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ക്യാമറ പേഴ്സൺ സിദ്ദീഖ് ആദൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. യാത്രക്കാരിയുടെ ജീവൻ രക്ഷിച്ച ബസ് ജീവനക്കാരെ BMS പ്രവർത്തകർ അനുമോദിച്ചു. ബസ് ഡ്രൈവർ രജനീഷ്, കണ്ടക്ടർ കൃഷ്ണൻ എന്നിവരെയാണ് BMS വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി ആദരിച്ചത്. BMS ജില്ലാ ട്രഷറർ വിപിൻ മംഗലം, BMS വടക്കാഞ്ചേരി മേഖലാ ട്രഷറർ PV വിനോദ്, മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം ജില്ലാ സെക്രട്ടറി AC കണ്ണൻ, PD സനോജ്, PR ശ്രീജിത്ത് തുടങ്ങിയവർ ആദരത്തിന് നേതൃത്വം നൽകി. കല്ലൂർ ആലേങ്ങാട് പെട്രോൾ പമ്പിനു സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കല്ലൂർ ഭരത ചതരൻ വീട്ടിൽ 52 വയസ്സുള്ള ജോയി ആണ് മരിച്ചത്. പരിക്കേറ്റ് കാനയിൽ വീണ ജോയിയെ അതുവഴി വന്ന യാത്രക്കാരാണ് കണ്ടത്. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാള കൃഷ്ണൻകോട്ട പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം സ്വദേശി 65 വയസ്സുള്ള കളരിക്കൽ അരവിന്ദാക്ഷനാണ് മരിച്ചത്. 4 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ നാട്ടുകാരാണ് പാലത്തിനു സമീപം മൃതദേഹം കണ്ടത്. പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് കരയിലേക്ക് കയറ്റിയത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ ജലസേചന വകുപ്പ്. ശ്രീനാരായണപുരം 11-ാം വാർഡ് കോതപറമ്പ് കിഴക്കുഭാഗത്താണ് കുടിവെള്ളം എത്താത്തത്. ജലസേചന വകുപ്പിന്റെ നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ആഴ്ചയിൽ 1-2 ദിവസം ഇവിടേക്ക് വെള്ളം എത്തുന്നത്. കഴിഞ്ഞ 6 മാസത്തിലധികമായി ഈ ഭാഗത്തേക്ക് തീരെ വെള്ളം എത്തുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ കുടിവെള്ളക്ഷാമം നേരിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പരാതി കൊടുത്തിട്ടും കളക്ടർക്ക് കൊടുത്ത് വാട്ടർ അതോറിറ്റിക്ക് വിളിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലപാടാണ് അവർ ഇതാവണത്. നമ്മൾ 600 രൂപ കൊടുത്താണ് പൈസയിൽ വണ്ടി വെള്ളം മേടിക്കുന്നത്. 700 രൂപ നൽകിയാണ് ഇവിടെയുള്ളവർ 2000 ലിറ്റർ കുടിവെള്ളം വാങ്ങുന്നത്. മഴയുള്ളപ്പോൾ മഴവെള്ളം പിടിച്ചു വെച്ചാണ് അലക്കാനും കുളിക്കാനുമെല്ലാം ഉപയോഗിക്കുന്നത്. പലതവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 2 പ്രാവശ്യം നമ്മൾ കളക്ടർക്ക് പരാതി കൊടുത്തു, എന്നിട്ട് ഒരു പരിഹാര മാർഗ്ഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. വാട്ടർ അതോറിറ്റിയിൽ പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അവരൊരു പരിഹാരം കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാനും ദിവസം പഞ്ചായത്ത് അധികൃതർ ടാങ്കറിൽ വെള്ളം എത്തിച്ചെങ്കിലും പിന്നീട് ഉണ്ടായില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. വെളുപ്പിന് വരെയും ഈ മല്ലുപള്ളി എടുത്ത് വരുന്ന ആൾക്കാരെ രാവിലെ എഴുന്നേൽപ്പിച്ചിട്ട് കുടിവെള്ളം എടുക്കാൻ മുനിസിപ്പാലിറ്റി പോയാണ് വെള്ളം കൊണ്ടുവരുന്നത്. എന്നും ശരിയാക്കാന്ന് പറയല്ലാണ്ട് ഇത് വേണ്ട പോലെ ആരും ഇത് കൈകാര്യം ചെയ്യണില്ല. കൃത്യമായിട്ട് അവർ ബില്ല് തരും. 800 രൂപ 900 രൂപയൊക്കെയാണ് ബില്ല് വരുന്നത്. വെള്ളം വരണമില്ല. ഇപ്പൊ മഴവെള്ളത്തിലാണ് ഞങ്ങൾക്ക് കുളിക്കുന്നത്. അസുഖങ്ങളും പനി വന്ന് ഛർദി വന്ന് വയറിളക്കം വന്ന് കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടണം. എന്തായാലും മുനിസിപ്പാലിറ്റി പോയിട്ടാണ് കൊണ്ടുവരുന്നത് വെള്ളം. ഓരോ ബക്കറ്റ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പണി ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മുറിച്ചു മാറ്റിയതാണ് വെള്ളമെത്താത്തതിന് കാരണമെന്നാണ് ജലസേചന വകുപ്പിന്റെ വിശദീകരണം. വിളിക്കുമ്പോൾ അവർ പറയണത് റോഡ് പണിയാണ്, അവിടെ പൊട്ടി പൈപ്പ്, ഇവിടെ പൊട്ടി പൈപ്പ്, ആ രീതിയിലാണ് അവർ വർത്താനം പറയുന്നത്. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റോഡ് പണി മുനിസിപ്പാലിറ്റിയിലും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അവിടെ ഒന്നും ഇതേപോലെ പൈപ്പ് പൊട്ടലോ കുടിവെള്ളക്ഷാമോ ഒന്നും നേരിട്ടിട്ടില്ല. പകരം പൈപ്പിട്ട് വെള്ളമെത്തിക്കാൻ ഇതുവരെ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല. അതേസമയം ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും E.T. ടൈസൺ MLA പറഞ്ഞു. TCV ന്യൂസ്, കയ്പമംഗലം. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൊടുങ്ങല്ലൂരിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. മിനി സിവിൽ സ്റ്റേഷനിൽ എത്തിയ കളക്ടറെ തഹസീൽദാർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് താലൂക്ക് ഓഫീസിൽ ഉദ്യോഗസ്ഥരുമായി കളക്ടർ ചർച്ച നടത്തി. നിർമ്മാണം പുരോഗമിക്കുന്ന അഴീക്കോട് മുനമ്പം പാലം പ്രദേശം, മുനയ്ക്കൽ ബീച്ച്, സുനാമി കോളനി എന്നീ സ്ഥലങ്ങളും കളക്ടർ സന്ദർശിച്ചു.
ആനകളുടെ ഫോട്ടോ കണ്ടാലുടനെ പേര് വിവരങ്ങൾ നൽകുന്ന 5 വയസ്സുകാരൻ ധ്രുവ ദക്ഷ് ആനപ്രേമികൾക്കിടയിൽ താരമാവുകയാണ്. കൊമ്പും കുറിയും ചെവിയും കണ്ട് ഏത് ആനയാണെന്ന് തിരിച്ചറിയുവാൻ ഈ കൊച്ചുമിടുക്കന് നിഷ്പ്രയാസം കഴിയും. അച്ഛന്റെ ടീമിന്റെ ആനയാണോ? ആഹാ. അപ്പൊ ഇതേതാണ് ആന? അമ്പാടി ബാലനാരായണൻ. അമ്പാടി ബാലനാരായണൻ. ഇതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായി? അത് ഇവിടെ കണ്ടാ മനസ്സിലാവും. എവിടെ കണ്ടാല്? എന്റെ ചെവി ഇങ്ങനെ കണ്ടാ മനസ്സിലാവും. ചെവി കണ്ടാ മനസ്സിലാവും അല്ലേ? ആലങ്കോട് പഞ്ചായത്ത് കോക്കൂർ സ്വദേശി വാളത്തുവളപ്പിൽ പ്രവീൺ ഹരിത ദമ്പതികളുടെ മകനാണ് LKG വിദ്യാർത്ഥി ധ്രുവദക്ഷ്. വളയംകുളം MVM ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നത്. സ്കൂളിൽ നിന്നും ടീച്ചർ പകർത്തിയ ദൃശ്യമാണ് വൈറലായത്. അമ്പാടി ബാലനാരായണൻ, വളരിക്കര കാളിദാസൻ, മംഗലംകുന്ന് കർണൻ. ചോറും മുമ്പലും ഇല്ലാത്തപ്പോഴും ഇങ്ങനെ ഫോണിൽ കാണും. അപ്പൊ ഇങ്ങനെ പടിഞ്ഞു തുടങ്ങി. കൊമ്പും തുമ്പിക്കൈയും ഒക്കെ കണ്ടിട്ട്. വിനോദയാത്ര പോയതിന്റെ വിവരങ്ങൾ ക്ലാസ് ടീച്ചറുമായി പങ്കുവയ്ക്കുന്നതിനിടെ ചിത്രങ്ങൾ കണ്ട് ആനകളുടെ പേരുകൾ കൃത്യമായി പറഞ്ഞതോടെ ധ്രുവദക്ഷിന്റെ പ്രകടനം ടീച്ചറെയും അത്ഭുതപ്പെടുത്തി. എനിക്ക് ഏത് ആനയെ കാണുകയാണെങ്കിലും ഞാൻ അതിന്റെ ഫോട്ടോ കണ്ടാല് എന്റെ പേര് ഞാൻ പറയുന്നു. എനിക്ക് തോന്നി ഇങ്ങനെ ഫ്രീ പീരീഡ് ഇരുന്നപ്പോ അവനോട് ഇങ്ങനെ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഗുരുവായൂർ കേശവൻ എന്നുള്ള ആനയുടെ ഫോട്ടോ എടുത്തിട്ട് അവനക്ക് കാണിച്ചപ്പോ ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ ഈ ആന ഇപ്പോ ഗുരുവായൂരുള്ള ആനയായിരുന്നു, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, ചെരിഞ്ഞിട്ടുണ്ട്, പിന്നെ അതിന്റെ ഫുൾ ഹിസ്റ്ററി, ഇതിന്റെ പ്രതിമ ഇപ്പൊ ആണ് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു. ക്ലാസ് ടീച്ചർ സുബിത സലീം വീഡിയോ പകർത്തി സ്കൂൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയായിരുന്നു. ഷെയർ ചെയ്ത വീഡിയോ ചലച്ചിത്ര താരവും ആനപ്രേമിയുമായ ജയറാം തന്റെ മുഖപുസ്തകത്തിൽ ഷെയർ ചെയ്തതോടെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഏറ്റെടുക്കുകയായിരുന്നു. TCV ന്യൂസ്, കുന്നംകുളം. തിരുവല്ലുവാമലയിൽ കെണിയിൽ അകപ്പെട്ട മുള്ളൻ പന്നി ചത്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടത്. തിരുവല്ലുവാമല മലേശമംഗലം മല്ലംകുളം പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് സംഭവം. വൈദ്യുത പോസ്റ്റിൽ നിന്നും മുളത്തോട്ടി ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിർമ്മിച്ച കെണിയിലേക്ക് വൈദ്യുതി കണക്ഷൻ കൊടുത്ത നിലയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പുത്തന്മാരി ചന്ദ്രനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഫോറസ്റ്റർ A മണികണ്ഠൻ, BFOമാരായ R ദിനേശൻ, PR അവിനാഷ്, ഫോറസ്റ്റ് വാച്ചർ മണി കൃഷ്ണൻകുട്ടി എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. KCB ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. എളവള്ളി പഞ്ചായത്തിന്റെ കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി നിരക്ക് സൗജന്യമാക്കാൻ പഞ്ചായത്ത് തീരുമാനം. പഞ്ചായത്ത് നിവാസികളായ അഗതി ആശ്രയ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കും അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും അന്ത്യോദയ അന്നയോജന റേഷൻ ഗുണഭോക്താക്കൾക്കുമാണ് ലബോറട്ടറി നിരക്ക് സൗജന്യമാക്കിയത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികളിൽ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് 50% നിരക്ക് സൗജന്യമാക്കുന്നതിനും തീരുമാനമായി. ആശുപത്രി വികസന കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ലാബ് പ്രവർത്തിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അറിയിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ നിവാസികളായിട്ടുള്ള അഗതി ആശ്രയ വിഭാഗത്തിൽപ്പെടുന്നവരും അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്നവർക്കും അതുപോലെ തന്നെ അന്ത്യോദയ അന്നയോജന ലിസ്റ്റിൽപ്പെടുന്ന മഞ്ഞക്കാടുള്ള BPL കാർഡിന് താഴെ മഞ്ഞക്കാടുള്ള റേഷൻ കാർഡുള്ളവർക്കും ലാബിൻ്റെ നിരക്ക് സൗജന്യമാക്കാനാണ് തീരുമാനിച്ചത്. 50% നിരക്ക് കുറച്ചു കൊടുക്കാനാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഐക്യകണ്ഠേന തീരുമാനിച്ചത്. പടിപടിയായി എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പേർക്കും ഈ ലാബ് സൗകര്യം പരിപൂർണമായും സൗജന്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നു. തനിച്ച് താമസിക്കുന്ന വയോധിക പട്ടിണി കിടക്കുകയാണെന്ന വാർത്ത കേട്ട് സംരക്ഷണം നൽകാനെത്തിയ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും മുൻപിൽ തകർന്നു വീണത് നുണക്കഥയുടെ ചീട്ടുകൊട്ടാരം. പുറം ജോലികൾക്ക് പോയും ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയും ജീവിക്കുന്ന അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി ശാരദയാണ് വ്യാജ പ്രചാരണങ്ങളിൽ കുടുങ്ങിയത്. കൈപ്പള്ളി ചേമ്പോത്ത് വീട്ടിൽ ശാരദ എന്ന അവിവാഹിതയായ 64-കാരി ടാർപ്പായ വലിച്ചു കെട്ടിയ കൂരയ്ക്ക് കീഴിൽ ഒറ്റയ്ക്കാണ് താമസം. ഏതാനും ആഴ്ച മുൻപ് ശാരദയ്ക്ക് കഴിക്കാൻ ഭക്ഷണമില്ലെന്നും
ബിസ്ക്കറ്റ് കഴിച്ചാണ് ജീവൻ നിലനിർത്തുന്നതെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനായി അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാറിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും വീട്ടിലെത്തി. എന്നാൽ തനിക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലെന്ന് ശാരദ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ശോചനീയാവസ്ഥയിലുള്ള വീട് കഴിഞ്ഞ ആഴ്ച പണം മുടക്കി താനാണ് അറ്റകുറ്റപ്പണികൾ ചെയ്യിച്ചതെന്നും ശാരദ പറഞ്ഞു. അവിവാഹിതർക്കുള്ള പെൻഷൻ ലഭിക്കുന്നുണ്ടെന്നും തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് പോകുന്നതിനാൽ ജീവിക്കാനുള്ള സാഹചര്യമുള്ള തനിക്ക് അഗതി മന്ദിരത്തിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് ശാരദ പറഞ്ഞതോടെ വന്നവരെല്ലാം അമ്പരന്നു. സത്യാവസ്ഥ അന്വേഷിക്കാതെ പ്രചരിപ്പിക്കുന്ന നുണക്കഥകളുടെ ഇരയാവുകയായിരുന്നു ശാരദയെന്ന് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് പറഞ്ഞു. അത്യാവശ്യം മോശമല്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് ആ അമ്മ ഞങ്ങളോട് നേരിട്ട് പറയുകയും ചെയ്തത്. അവാസ്തവമായിട്ടുള്ള വാർത്തകൾ സമൂഹത്തിൽ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ ഇങ്ങനെ അഗതി മന്ദിരത്തിലേക്ക് വരെ കൊണ്ടുപോകാൻ തയ്യാറെടുക്കേണ്ടി വരുന്നത്. ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ, അസത്യമായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴുള്ള സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് മാറുന്നത്. പഞ്ചായത്തിലെ അതിദരിദ്രരെ കണ്ടെത്താൻ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് ശാരദ വാടകയ്ക്കെടുത്ത വീട്ടിലായിരുന്നു താമസം. അതിനാൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. ലൈഫ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശാരദയുടെ പേര് സഹോദരന്റെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാലും അവർക്ക് സ്വന്തം വീടുള്ളതിനാലും ആ പദ്ധതിയിലും ഉൾപ്പെടുത്താനായില്ലെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ശാരദയ്ക്ക് ആകെയുള്ള 4 സെന്റ് ഭൂമിയിൽ 1 സെന്റ് മിച്ചഭൂമിയാണ്. ആധാരമില്ലാത്ത മിച്ചഭൂമിയിലാണ് ശാരദ താമസിക്കുന്നത്. ആധാരമുണ്ടായിരുന്ന 3 സെന്റ് സ്ഥലം സഹോദരന്റെ മകന് പലപ്പോഴായി പണം കൈപ്പറ്റി എഴുതി നൽകിയതായി വെളുത്തൂർ വില്ലേജ് ഓഫീസർ RDOയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയൽ വീടുകളിൽ താമസിക്കുന്ന ശാരദയുടെ ബന്ധുക്കളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ റോഡിൽ ബൈക്ക് പാതയോരത്തെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി സജനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഇട്ടിമാണി ആശുപത്രിക്ക് സമീപത്തെ വർക്ക്ഷോപ്പിലേക്ക് ബൈക്ക് ഇറക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് സമീപത്തെ കുഴിയിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് വീടാകെ കരകൗശല വസ്തുക്കൾ ഒരുക്കി അത്ഭുതപ്പെടുത്തുകയാണ് കാട്ടകമ്പാൽ സ്വദേശിനിയായ യുവതി. ചകിരിത്തേങ്ങയുടെ തൊപ്പി, അടയ്ക്കാത്തൊണ്ട്, കടലാസ്, വാഴയില, കക്കയുടെ തോട് തുടങ്ങി എന്ത് കിട്ടിയാലും നിമിഷ നേരം കൊണ്ടാണ് അത് അലങ്കാര വസ്തുക്കളായി കാട്ടകമ്പാൽ മൂലേപ്പാട് സ്വദേശിയായ വിദ്യ മാറ്റിയെടുക്കുന്നത്. വ്യത്യസ്തങ്ങളായ 100 കണക്കിന് പൂക്കളാണ് പാഴ്വസ്തുക്കൾ കൊണ്ട് വിദ്യ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭർത്താവ് സാജിന്റെ പിന്തുണയും പ്രചോദനമായിട്ടുണ്ടെന്ന് വിദ്യ പറയുന്നു. വ്യത്യസ്ത ഇനം പൂക്കൾ ഭംഗിയുള്ള പാത്രങ്ങളിൽ നിർമ്മിച്ച് വീടാകെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. തികച്ചും പ്രകൃതിദത്തമായ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കൾ കാണാനും വാങ്ങാനുമായി നിരവധി പേരാണ് എത്തുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം സ്കൂളിൽ കാർഗിൽ വിജയ ദിവസം ആചരിച്ചു. NCC കാഡറ്റുകളുടെ നേതൃത്വത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തി. ഹെഡ്മാസ്റ്റർ മനോജ് പുഷ്പചക്രം സമർപ്പിച്ചു. NCC ഓഫീസർ പ്രവീൺ R, സ്റ്റാഫ് സെക്രട്ടറി PS നാരായണൻ, നിഖിൽ CG, രാജേഷ് MS, സഞ്ജയ് AR എന്നിവർ നേതൃത്വം നൽകി. വിരമിച്ചിട്ടും രാജ്യത്തിനായി സേവനം ചെയ്യുകയാണ് സൈനിക ഉദ്യോഗസ്ഥനായ മേജർ KP ജോസഫ്. കാർഗിൽ യുദ്ധത്തിൽ പങ്കാളിയായ അദ്ദേഹം വിവിധ സേനാ വിഭാഗങ്ങളിൽ ചേരാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് സൗജന്യ പരിശീലനം നൽകിയാണ് മാതൃകയാവുന്നത്. എരുമപ്പെട്ടി സ്വദേശിയാണ് മേജർ KP ജോസഫ്. ഇന്ത്യൻ സേനകളിലെ ഓഫീസർ തസ്തിക ഉൾപ്പെടെയുള്ള സേവനങ്ങളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവരെ അതിന് പ്രാപ്തരാക്കുന്നതിനു വേണ്ടി 16 വർഷമായി സൗജന്യ പരിശീലന ക്ലാസുകൾ നടത്തിവരുന്നു. റീച്ച് ഫോർ ദി സ്റ്റാർ എന്ന പേരിൽ ഓഫ്ലൈനായും ഓൺലൈനായും നടത്തിവരുന്ന പരിശീലന ക്ലാസുകളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. പരിശീലനത്തിൽ പങ്കെടുത്ത നിരവധി പേർ ഇതിനോടകം കര, നാവിക, വ്യോമസേനകളിലേക്കുള്ള പ്രവേശന പരീക്ഷകളിൽ വിജയികളായിട്ടുണ്ട്. പലരും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. സ്വന്തം വീട്ടിൽ സൗകര്യങ്ങൾ ഒരുക്കിയാണ് ക്ലാസുകൾ നടത്തുന്നത്. ഭക്ഷണം നൽകുന്നതിനോടൊപ്പം ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർക്ക് താമസ സൗകര്യവും നൽകുന്നുണ്ട്. മേജർ KP ജോസഫിന് പുറമെ വിവിധ സേനകളിൽ നിന്ന് വിരമിച്ച പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരും വിദഗ്ധരായ അധ്യാപകരും ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു. തന്റെ സേവനത്തിനായി രാജ്യം നൽകുന്ന പെൻഷൻ തുക
മേജർ കെ പി ജോസഫ് ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. UPSC എക്സാമിൽ എഴുതാനായിട്ട് കുട്ടികളെ അനുഭവിച്ചിട്ട് മാത്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കുറേ പേര് പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എരുമട്ടി സ്കൂളിൽ ഒരിക്കലും ക്യാമ്പ് നടത്തേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ അങ്ങനെ സബ്ജക്റ്റ് ക്ലാസ്സുകൾ കൊടുക്കണമെന്ന് തോന്നി. UPSC എൻട്രൻസിനോട് ബന്ധപ്പെട്ട് ഉള്ള എല്ലാ വിഷയങ്ങളിലെ ക്ലാസ്സുകൾ അങ്ങനെയാണ് തുടങ്ങാൻ ഇടയായതും കൂടുതലും എല്ലാം തന്നെ അവരെന്നെ ഈ ഒരു പരീക്ഷകളിലോട്ടും മത്സര പരീക്ഷകളിലോട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവിയിലോട്ട് കൂടുതൽ കുട്ടികളെ ഓഫീസർ പദവിയിലോട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിന് വേണ്ട ഫ്രീ ഗൈഡ് ലൈൻസ് ക്ലാസ് കൊടുക്കാൻ ഒരു മനസ്സിൽ തോന്നാൻ കാരണമുണ്ടായത്. 1976 കെ പി ജോസഫ് സേനയിൽ പ്രവേശിച്ചത്. വിവിധ യൂണിറ്റുകളുടെ ഓഫീസർ കമാൻഡിംഗ് ഉൾപ്പെടെയുള്ള തസ്തികകളിൽ പ്രവർത്തിച്ചു. 33 വർഷത്തെ സേവനത്തിന് ശേഷം 2008 വിരമിച്ചു. ഈ കാലയളവിനുള്ളിൽ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് നിരവധി മെഡലുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ വൈദ്യുതി വികസന രംഗത്തിന് കുതിപ്പേകിക്കൊണ്ട് വേളൂക്കര പഞ്ചായത്തിൽ പുതിയ 33 kV സബ്സ്റ്റേഷൻ ശനിയാഴ്ച നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. രാവിലെ 11-ന് സബ്സ്റ്റേഷൻ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. ഏകദേശം 7.7 കോടി രൂപ ചെലവിലാണ് വേളൂക്കര പഞ്ചായത്തിലെ സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. കൊമ്പടിഞ്ഞമാക്കൽ, പുത്തൻചിറ, മാള, ചാലക്കുടി സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിൽ വരുന്ന തുമ്പൂർ, കൊമ്പടിഞ്ഞമാക്കൽ, കടുപ്പശ്ശേരി, കുഴിക്കാട്ടുശ്ശേരി, കൊറ്റനെല്ലൂർ പ്രദേശങ്ങളിലെ 4 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് പദ്ധതി പ്രയോജനപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. നാട്ടിക SN കോളേജിലെ NSS വിദ്യാർത്ഥികൾ കോളേജിനോട് ചേർന്ന് തരിച്ചു കിടന്നിരുന്ന ഭൂമിയിൽ കരനെൽ കൃഷിക്ക് തുടക്കമിട്ടു. കരനെൽ കൃഷിയുടെ വിത്ത് വിതയ്ക്കൽ SN കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS ജയ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് അംഗം സുരേഷ് ഇയാനി അധ്യക്ഷനായി. കൃഷി ഓഫീസർ NV ശുഭ, NSS പ്രോഗ്രാം ഓഫീസർമാരായ B ബബിത, ഡോക്ടർ VK രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിലെ ഉൾച്ചാലുകളിൽ ഒഴുക്ക് നിലച്ചതോടെ അന്തിക്കാട് പുത്തൻകോവിലകം കടവ് വെള്ളക്കെട്ടിലായി. പുത്തൻകോവിലകം കടവാരത്ത് ഇത്തരത്തിൽ വെള്ളക്കെട്ട് വരുന്നത് കഴിഞ്ഞ 7 വർഷമായി പതിവില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ചാലുകളിൽ കുളവാഴയും ചണ്ടിയും അടിഞ്ഞതും ഒഴുക്ക് നിലയ്ക്കാൻ കാരണമായിട്ടുണ്ട്. കാഞ്ഞാണി, കാഞ്ഞാൺ കോൾ സ്ലൂയിസ് ആസൂത്രിതമായി ഭാഗികമായി അടച്ചതും ഇവിടുത്തെ വെള്ളക്കെട്ടിന് കാരണമായതായി നാട്ടുകാർ പറയുന്നു. കടവാരത്തിനോട് ചേർന്ന് നിരവധി ക്ഷീരകർഷകർ താമസിക്കുന്നതിനാൽ ഈ കുടുംബങ്ങളുടെ ജീവനോപാധിയും പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. വെള്ളം കയറിയിട്ടില്ല ഞങ്ങൾക്കൊന്നും. ഇപ്പോൾ മഴ കനക്കുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം കയറി തുടങ്ങി. ഞങ്ങൾക്ക് പശുക്കളും കുട്ടികളൊക്കെ ഉള്ള കാരണം ഞങ്ങളുടെ ജീവിതം വഴിമുട്ടുന്ന തോന്നുന്നു. മൂന്നാറിലെ നീലക്കുറിഞ്ഞിയെ വിസ്മരിക്കും വിധം ചാവക്കാട് നഗരത്തെ മനോഹാരിതയിലാക്കി കുളവാഴപ്പൂക്കൾ. ചാവക്കാട് സിവിൽ സ്റ്റേഷന് എതിർവശത്തെ പാടത്താണ് ഏവരുടെയും കണ്ണിന് മനോഹാരിത നിറച്ച് വയലറ്റ് പൂക്കളോടെ കുളവാഴപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇളം വയലറ്റ് നിറമാണ് ഇവയ്ക്കുള്ളത്. ദിവസങ്ങൾ കൊണ്ട് ഇരട്ടി വ്യാപിക്കുന്നത് കുളവാഴകളുടെ പ്രത്യേകതയാണ്. ഇവയിൽ ഉണ്ടാകുന്ന പൂക്കളുടെ സൗന്ദര്യവും ഏറെ ആകർഷണീയമാണ്. മഴ തുടങ്ങിയതോടെയാണ് കുളവാഴകൾ ഇവിടെ പൂവിടാൻ തുടങ്ങിയത്. പടർന്നു പന്തലിച്ചതോടെ കാണികൾക്ക് കൗതുകവും മനോഹാരിതയും നൽകി ഇതുവഴി പോകുന്നവരെല്ലാം ഈ കാഴ്ച കാണാതെ പോവില്ല. TCV ന്യൂസ്, ചാവക്കാട്. മതിലകം പഞ്ചായത്തിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ മഞ്ഞൾ വിത്ത് നടിയിൽ ഉത്സവം നടത്തി. ET ടൈസൺ MLA വിത്ത് നടിയിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയ ഹരിലാൽ, കൃഷി ഓഫീസർ അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ 2ാം വാർഷികാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ, നിഷ അജിതൻ, ശോഭന രവി, TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന പ്രധാന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പ്രതിഷേധ മാർച്ച് നടത്തി.
BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് ദിവിൻ ദാസ് അധ്യക്ഷത വഹിച്ചു. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ്, ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ KB സുരിജിത്ത്, മഞ്ജു പ്രേംലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 25ാമത് കാർഗിൽ വിജയ ദിവസം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണം, പുഷ്പാർച്ചന എന്നിവ നടത്തി. P. ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കാഡറ്റുകൾക്കായി സൈനികരെ അറിയുക എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. സംഘടനാ പ്രസിഡന്റ് ശശീന്ദ്രൻ ചെറൂളിൽ നേതൃത്വം നൽകി. ഗുരുവായൂരിൽ സൈക്കിൾ യാത്രികൻ കുഴഞ്ഞു വീണു മരിച്ചു. ഇരിങ്ങപ്പുറം കൃഷ്ണപിള്ള നഗറിനടുത്ത് വേളു വീട്ടിൽ 56 വയസ്സുള്ള ദാസനാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് സൈക്കിളിൽ വരുന്നതിനിടയിൽ ചെമ്മണ്ണൂർ അങ്ങാടി റോഡിലാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ആക്ട്സ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടിയേറ്റത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുകയാണ് കിഴക്കൻ മലയോര മേഖലയിലെ ഇഞ്ചക്കുണ്ട് കർഷക ഗ്രാമം. ജില്ലയിലെ ഏറ്റവും വലിയ 2 പഞ്ചായത്തുകളായ മറ്റത്തൂരിലും വരന്തരപ്പള്ളിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഇഞ്ചക്കുണ്ടിന് കഷ്ടപ്പാടുകളുടെയും ത്യാഗത്തിന്റെയും ഒരുപാട് കഥകളാണ് പറയാനുള്ളത്. 1950കളിലാണ് കോട്ടയം ജില്ലയിലെ രാമപുരം കുറവിലങ്ങാട് പ്രദേശത്ത് നിന്ന് 33 കുടുംബങ്ങളാണ് ഇഞ്ചക്കുണ്ടിലെത്തുന്നത്. ഇഞ്ചക്കാടുകൾ നിറഞ്ഞുകിടന്ന പ്രദേശം ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് കൃഷിയോഗ്യമാക്കിയെടുത്തത്. മലമ്പനി പോലുള്ള രോഗങ്ങളും വന്യജീവികളുടെയും ഇഴജന്തുക്കളുടെയും ആക്രമണവും പലരുടെയും ജീവൻ കവർന്നെങ്കിലും ഇച്ഛാശക്തിയുടെ കരുത്തിൽ ജീവിതം പടുത്തുയർത്താൻ ഇവർക്കായി. 75 വർഷങ്ങൾക്ക് മുമ്പ് കേവലം മധ്യ തിരുവിതാംകൂറിൽ നിന്നും 33 കുടുംബങ്ങള് ഇഞ്ചക്കുണ്ട് എന്ന പ്രദേശത്തേക്ക് ആദ്യമായി കുടിയേറുകയും കാട് വെട്ടിത്തെളിച്ച് കൃഷിയിറക്കി 75 വർഷത്തിന് ശേഷമാണ് ഇന്ന് നാം കാണുന്ന ഇഞ്ചക്കുണ്ടിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഈ നാടിന്റെ വികസനത്തിന് പിതാമഹന്മാർ ചെയ്ത സേവനത്തിന് ഓർമ്മിക്കുവാൻ വേണ്ടി പുതുതലമുറയ്ക്ക് ഒരു കൈത്താങ്ങാകാൻ ഒരു സ്മരണിക ഞങ്ങൾ ഇറക്കുന്നുണ്ട്. ആ ഇഞ്ചക്കുണ്ട് എങ്ങനെയായി ഇന്നത്തെ ഇഞ്ചക്കുണ്ട് എന്നുള്ള പുതിയ രക്തങ്ങളെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വജ്ര ജൂബിലി ആഘോഷം നടത്തപ്പെടുന്നത്. വന്യമൃഗങ്ങളെ നേരിടാൻ ഒട്ടുമിക്ക കർഷകർക്കും തോക്ക് ലൈസൻസ് നൽകിയിരുന്നു. 75 വർഷം പിന്നിടുമ്പോഴും ഇഞ്ചക്കുണ്ട് മേഖലയിലെ വന്യമൃഗശല്യം തുടരുകയാണ്. ഇഞ്ചക്കുണ്ടിൽ ഇന്ന് സഞ്ചാരയോഗ്യമായ റോഡുകളും സർക്കാർ സ്ഥാപനങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഉൾക്കൊള്ളുന്ന ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ഇന്ന് കാണുന്ന സഹകരണ ബാങ്ക്, മറ്റ് എല്ലാ പൊതു സ്ഥാപനങ്ങളും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വലിയ ത്യാഗമാണ് സഹിച്ചിട്ടുള്ളത്. ഇന്ന് ഈ കർഷകരുടെ മക്കൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് കർഷകര് മുണ്ട് മാത്രം എടുത്ത് ഷർട്ട് പോലും ധരിക്കാതെ അവരുടെ കാർഷികോൽപ്പന്നങ്ങൾ വ്യാപാര കേന്ദ്രങ്ങളിൽ കൊണ്ടു നടന്ന ഏറ്റവും ത്യാഗപൂർണമായ ഒരു 75 വർഷത്തിന്റെ ചരിത്രത്തിന്റെ പുറകിലുണ്ട്. പ്രാദേശിക ടൂറിസം സാധ്യതയുള്ള മുനിയാട്ടുകുന്ന്, പരുന്തുംപാറ, വെള്ളാരംപാടത്തെ വനവകുപ്പിന്റെ മുളന്തോട്ടം, എള്ളുപാറ തുടങ്ങിയ സ്ഥലങ്ങൾ ഇഞ്ചക്കുണ്ട് മേഖലയിലാണ്. കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കം കുറിക്കും. 11 മാസം നീളുന്ന ആഘോഷ പരിപാടികൾ റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാർ ജോസ് K. മാണി MP ഉദ്ഘാടനം ചെയ്യും. TCV ന്യൂസ്, കൊടകര. വലപ്പാട് ഉപജില്ലയിലെ 8 പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങളിൽ നിന്ന് കഴിഞ്ഞ അധ്യയന വർഷം SSL, LSS, USS, NMMS എന്ന സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയികളായവരെ വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതി ആദരിച്ചു. തൃത്തല്ലൂർ KNM VHSS സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV അമ്പിളി, KNM VHSS പ്രിൻസിപ്പാൾ KR കല, പ്രധാനാധ്യാപിക ഷൈജ CS, ഉപജില്ലാ HM ഫോറം കൺവീനർ ഷാജി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിന് നാട്ടിക MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ആംബുലൻസിന്റെ കൈമാറ്റം KGMS സ്കൂളിൽ നടന്നു. MLA CC മുകുന്ദൻ താക്കോൽദാനം നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ആൽഫ അന്തിക്കാട് ലിങ്ക് സെന്റർ KG ശശിധരൻ, അന്തിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി CA വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു.
കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷിക ദിനത്തിൽ മേജർ കെ.പി. ജോസഫിനെ എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോഷി ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ, ഡീക്കൻ സാൽവിൻ കണ്ണനായ്ക്കൽ, സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ആൻസിലിൻ പൂവത്താനം തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ കേരളത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധ സമാനമായ ബജറ്റിനെതിരെ CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. നെല്ലുവായിൽ നിന്നും ആരംഭിച്ച പ്രകടനം മങ്ങാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം TK ശിവൻ, PC അബാൽമണി, UK മണി തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജയകുമാർ പുളയ്ക്കൽ, നിഷിൽ കുമാർ, KU നാസർ, PTA പ്രസിഡന്റ് KE സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമനയൂർ പഞ്ചായത്ത് 1ാം വാർഡിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. ഒറ്റത്തെങ്ങിൽ ഗുണഭോക്താവായ രതീഷ് വെള്ളാനിയുടെ ഭവന പുനരുദ്ധാരണ പ്രവൃത്തി ആരംഭിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം ഓവർസിയർ PR നവനീത, പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ET ഫിലോമിന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പങ്കാളിയായ മേജർ കെ.പി. ജോസഫിനെ പഴഞ്ഞി MD കോളേജിലെ NCC കാഡറ്റുകൾ ആദരിച്ചു. NCC 7 കേരള ഗേൾസ് ബറ്റാലിയനാണ് എരുമപ്പെട്ടിയിലെ വസതിയിലെത്തി അദ്ദേഹത്തെ അനുമോദിച്ചത്. കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ B. ബിജോയ്, ക്യാപ്റ്റൻ ഡോക്ടർ KS ഷഹീദ, കാഡറ്റ് അണ്ടർ ഓഫീസർ TP അരുണിമ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലിനിക്കൽ സൈക്കോളജി ബിരുദാനന്തര ബിരുദത്തിൽ 1ാം റാങ്കും ഏറ്റവും ഉയർന്ന മാർക്കിനുള്ള സ്വർണ്ണ മെഡലും സ്വന്തമാക്കി കൊടുങ്ങല്ലൂർ സ്വദേശിനി. കൊടുങ്ങല്ലൂർ എരിശ്ശേരി പാലം സ്വദേശി അബ്ദുൽ ഗഫൂറിന്റെയും സുനിതയുടെയും മകൾ സഹർ ആണ് പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഏറ്റവും ഉയർന്ന മാർക്കായ 95.2% മാർക്ക് ലഭിച്ചത്. വടാരപ്പള്ളി SM UP സ്കൂളിൽ കാർഗിൽ വിജയദിനാഘോഷം സംഘടിപ്പിച്ചു. മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. HM രാഖി, അധ്യാപകരായ സ്വാതി കൃഷ്ണ, PR സ്വനി, KV ആദിക, ലക്ഷ്മി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. BJP വടക്കാഞ്ചേരി മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് വിതരണം നടന്നു. BJP വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ റൈസ് വിതരണം ഉദ്ഘാടനം ചെയ്തു. BJP വടക്കാഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറി S. രാജു, ട്രഷറർ രാമപ്രസാദ്, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് സുനിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ തയ്യാറാക്കിയ മൈ ഫസ്റ്റ് ബുക്ക് എന്ന പുസ്തകം പ്രസിദ്ധ എഴുത്തുകാരി സുനിത സുകുമാരൻ പ്രകാശനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ലെറ്റ്സി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അജയ് മേനോൻ, സ്കൂൾ മാനേജർ സിസ്റ്റർ സീന, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷി കുട്ടികളുടെ പ്രവർത്തന മികവുകൾ പരിപോഷിപ്പിക്കപ്പെടുക എന്ന ലക്ഷ്യവുമായാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6300 രൂപ, പവന് 50,400 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3500 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വലപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാരി 20 കോടി രൂപ തട്ടിയെടുത്തു. മണപ്പുറം കോംടെക് കൺസൾട്ടന്റ് കമ്പനിയിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായ കൊല്ലം സ്വദേശിനി ധന്യ മോഹൻ ആണ് തട്ടിപ്പ് നടത്തിയത്. പ്രതി കൊല്ലം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പാലപ്പള്ളി കാരികുളത്ത് കാട്ടാനകൾ ഇറങ്ങി. കന്നാറ്റുപാടം സ്കൂളിന് സമീപത്തും മുക്കുളിവാലി ആശുപത്രിക്ക് സമീപത്തുമാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്.
തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയ KSTP ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ. കുറ്റിപ്പുറം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SM അഷ്റഫിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വാഴാരി ഡാമിലെ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ 4 ഷട്ടറുകളാണ് 5 സെന്റിമീറ്റർ വീതം തുറന്നത്. പീച്ചി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് ശനിയാഴ്ച രാവിലെ 7-ന് തുറക്കും. ആമ്പല്ലൂർ ജംഗ്ഷനിൽ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചു. അടിപ്പാത നിർമ്മാണം അടുത്ത വർഷം സെപ്റ്റംബറിൽ പൂർത്തിയാകും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.